ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ജിം വ്ളോഗാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഓൾറെഡി റീൽസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതെ, എല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഇന്ന് ജിം വ്ളോഗാണ്. ആ ലെഗ് ഡേയുടെ ദിവസം തന്നെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ദേ ജിമ്മിലേക്ക് പോകാനുള്ള ഒരു കണി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പോകാൻ ഇത്തിരി മടിയുണ്ടായിരുന്നു, വേറൊന്നുമല്ല, വെള്ളിയും ശനിയും ലീവാണല്ലോ. അപ്പോൾ പിന്നെ ആ ലീവ് കഴിഞ്ഞ് പോകുന്നതിൻ്റെ ആ ഒരു മടിയും പോരാത്തതിന് ഇറങ്ങാൻ നേരത്തെ എൻ്റെ പാർട്ട്ണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്കാരത്തി ലീവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ചെറിയ മടിയും പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ റീസൺസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ദേ രണ്ടും കൽപ്പിച്ച് പിന്നെ അങ്ങ് ഇറങ്ങാൻ വിചാരിച്ച സമയത്തിന് ഞാനിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ ക്യാപ്പൊക്കെ വെച്ച് വേറൊന്നുമല്ല, ഷോ ഓഫ് ഒന്നുമില്ല കേട്ടോ. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ജിമ്മുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്ത് തന്നു മാത്രം. ദേ ഇതിവിടെയാണ് നമ്മുടെ ജിമ്മ് കേട്ടോ, ഹാർഡ് കോർ ജിമ്മിലാണേ ഉള്ളത്. അങ്ങനെ ദേ ജിമ്മിൽ കയറി ആദ്യം തന്നെ ത്രെഡ്മില്ലിൽ ഒരു 20 മിനിറ്റ്സ് നടക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ആ ഒരു 20 മിനിറ്റ്സാണ് ഒന്ന് ശ്വാസം വിടുന്നത് പറയാം കേട്ടോ. നേരെ ചെന്ന് ട്രെയിനറുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്, ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ പ്രൊമോഷൻ തരാം, എനിക്ക് ചിക്കിളി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അവിടെ കത്തി വെച്ച് കുറച്ചൊന്ന് വെറുപ്പിച്ച ശേഷം നേരെ വാമപ്പിലോട്ട് കിടന്നു കേട്ടോ. മുഴുവനൊന്നും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, ചുമ്മാ കുറച്ച് 2-3 ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എന്തിനാ വെറുതെ എല്ലാം കൂടി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ദേ ഇതായിരുന്നു വാമപ്പ് കേട്ടോ. ഇത് മാത്രമല്ല വേറെയും സെറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം കൂടി ഇവിടെ കാണിച്ചിട്ട് വെറുതെ എന്തിനാ ബോറടിപ്പിക്കുന്നതല്ലേ. ഞാൻ പോകുന്നത് ഏകദേശം ഒരു 9 to 10 ഉള്ളിലാട്ടോ. ആ സമയത്ത് കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഒന്ന് റഷ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്നലെ അത്രത്തോളം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പൊതുവേ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെയാണ് ചൂസ് ചെയ്യാറുള്ള ടൈം. പക്ഷേ എനിക്കും എൻ്റെ പാർട്ട്ണർക്കും ഏകദേശം ഈ ഒരു സമയമാണ് ഓക്കെ ആവുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ചൂസ് ചെയ്ത് പോകുന്ന കേട്ടോ. ഏകദേശം 9 to 10 ഉള്ളിൽ പോകും. ദേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ദേ ട്രെയിനർ ഓടി വന്നിട്ട് സ്ക്വാട്ട്സ് ചെയ്യാമെന്നും പറഞ്ഞു കേട്ടോ. അയ്യോ, അത് ചെയ്യാനുള്ള എൻ്റെ ആ മുഖത്തെ ആവേശം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക, എൻ്റെ ദൈവങ്ങളെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടുന്നൊരു സമയമാണ് കേട്ടോ. പക്ഷെ എനിക്കെന്നെ തോന്നാറുണ്ട് ഇപ്പോൾ എത്രയോ ഭേദമാണെന്നുള്ളത്. കാരണം ഓരോ കാര്യങ്ങൾ അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നു എന്നൊന്നും പറയുന്നില്ല കേട്ടോ. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ എണ്ണം നമുക്ക് കൂട്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് തുടക്കക്കാരി എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10 സ്ക്വാട്ട്സ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു 10ഉം 15ഉം ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ എൻ്റെ ചെറിയൊരു വിജയമായിട്ട് ഞാൻ കാണാറുണ്ട്. അതിൽ ഭയങ്കരമായിട്ട് എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഉള്ളിൽ. അങ്ങനെ ദേ അടുത്ത പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ജിമ്മിലേക്ക് വരുന്ന പണിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ. എന്നാലും ഞാനിങ്ങനെ പറയും, തീരുമ്പോൾ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാണെന്ന് ചുമ്മാ പുള്ളീനെ അടുത്ത് ഡയലോഗ് അടിച്ച് ഒന്ന് കാച്ചി നോക്കിയെങ്കിലും വലിയ രീതിയിലൊന്നും ഏൽക്കാറില്ല കേട്ടോ. ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കാർത്തിക ചേച്ചി കാര്യമായിട്ട് സൈക്ലിങ്ങിലായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഇന്ന് ലെഗല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് നാളെ നിങ്ങളെ ദിവസമാണ് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് കത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ ഇതിൽ പിടിച്ച് കയറ്റിയിരിക്കുന്നു. ഇതിൻ്റെ വീഡിയോ മുന്നൊരു തവണ എൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നിനക്കിതിൻ്റെ വല്ല കേടും ഉണ്ടോ, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇത്രയും വെയിറ്റൊക്കെ തൂക്കണ്ടേ എൻ്റെ മോളെ എന്നുള്ളത് അമ്മ പലരുടെയും വീഡിയോ ഒക്കെ കാണുമ്പോൾ അയ്യോ ശ്രീകുട്ടി ഇതുപോലെ കഷ്ടപ്പെടണ്ടേ എന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷെ സംഭവം ശരിയാണ്, എത്ര വെയിറ്റ് തൂക്കുകയാണ്, ഇനി വെയിറ്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ അതിൽ കിട്ടുന്ന ചെറിയ സന്തോഷം തന്നെയാണ് കേട്ടോ. ഞാൻ ഈ 2025 എടുത്ത നല്ലൊരു റെസൊല്യൂഷനിൽ ഒന്നായിട്ട് തന്നെയാണ് എനിക്ക് ജിമ്മ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം വർക്കൗട്ടും അതേപോലെ തന്നെ വേറൊരു എൻവിറോൺമെൻറ്റും കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് വേറെ തന്നെ നമ്മളുടെ എന്താ പറയുക, നമുക്ക് വേറൊരു ഹാപ്പിനെസ് തരുമല്ലോ. ആ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള ആ 2 ദിവസം കഴിഞ്ഞ് പോകാനുള്ളൊരു മടി മാത്രമേ എനിക്കിപ്പോൾ കാര്യമായിട്ടുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്നും പോകണം ചെയ്യണം എന്നുള്ളത് നല്ല ആഗ്രഹമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്നിതൊക്കെ ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ഓക്കെ ഇന്നിതൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ, നല്ല കാര്യം എന്ന് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ അടുത്തേൽ പിടിച്ച് കയറ്റിയിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ജിമ്മ് ചൂസ് ചെയ്തതെന്നും കൂടി പറയാം കേട്ടോ. ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണമെന്നുള്ളത് മാത്രമല്ല മെൻ്റലി കൂടി ഫിറ്റ് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയായിരുന്നു ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിരുന്നു കേട്ടോ.
സംഭവം വേറെ ഒന്നുമല്ല, ഞാനൊരു അമ്മയായ ശേഷം എൻ്റെ ഇമോഷൻസ് എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവാൻ പറ്റുന്ന ഒരാളായി മാറി തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാം കൊണ്ടും തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു, ഒന്ന് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മാറും എന്നുള്ളത്. ഞാൻ പല രീതിയിൽ വീഡിയോസായിട്ടും പല രീതിയിൽ പലരും പറഞ്ഞിട്ടും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു ഹോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയി നോക്കിയാൽ നമുക്കത് വേറെ തന്നെ ഒരു ഫീലാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്കത് ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു ഫീൽ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത്. പക്ഷേ സത്യം പറയാലോ, അത് റൈറ്റ് ഡിസിഷൻ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുക റൈറ്റ് ഡിസിഷനായിരുന്നു. കാരണം അവിടെ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നും എല്ലാം തോന്നാറുണ്ട് കേട്ടോ. അത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എനിക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കാലമായിട്ട് പോകുന്നവർക്ക് തോന്നാതിരിക്കുമോ? ഇനി വർക്കൗട്ടിൽ മാത്രമല്ല, കുറച്ച് ഡയറ്റൊക്കെ ആയിട്ട് ഒന്ന് നമുക്ക് ആരോഗ്യം നന്നാക്കി എടുക്കുന്നതുകൊണ്ട് നല്ലതല്ലേ? അപ്പം അങ്ങനെ ചൂസ് ചെയ്തതാട്ടോ. അങ്ങനെ ലെഗ് ഡേയിലെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ വരുന്നത് കണ്ടില്ലേ? സത്യം കേട്ടോ, നല്ല വേദന തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വേറെ വഴിയില്ലല്ലോ അല്ലേ? അങ്ങനെ വന്നുകൊണ്ടിരുന്ന എൻ്റെ ട്രെയിനറുടെ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ റീലിൽ കണ്ടല്ലോ അല്ലേ? ഉഷാറായിരുന്നു, അല്ലാതെ ഞാനെന്ത് പറയാനല്ലേ. ഇനി ആ ട്രെയിനറിനെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഇതാണ് ആ മുതൽ കേട്ടോ. ആളുടെ പേര് സുനിൽ എന്നാട്ടോ. ഞാനിങ്ങനെ വെറുപ്പിക്കിരുന്ന് കിടന്നിട്ട് എന്നെ കൊണ്ട് പട്ടി പണി എടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സംഭവം അതൊന്നല്ല കേട്ടോ. ആളൊരു പാവാ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്ന് പുഷ് ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഒന്ന് കത്തിയടിച്ച ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു കരുതുന്നു. ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.